പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അവിടുന്ന് മേൽത്തരം ഗോതമ്പ് കൊണ്ട് അവരെ തീറ്റിപ്പോറ്റുകയും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവരെ സംതൃപ്തരാക്കുകയും ചെയ്തു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോയുടെ പരിശുദ്ധ ശരീരരക്തങ്ങളുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. കർത്താവ് തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി നൽകി, തൻ്റെ രക്തം നമുക്ക് പാനീയമായി നൽകി. യോഹന്നാന്റെ സുവിശേഷം 6:55 നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. നമ്മളെ ഒരു പുതിയ ജീവനിലേക്ക് നയിക്കുവാൻ, ഒരിക്കലും നമ്മൾ മരിക്കാതിരിക്കണമെന്നും അവൻ്റെ കൂടെ നിത്യമായിരിക്കണമെന്നുമുള്ള ആഗ്രഹമാണ് നിത്യജീവന്റെ അപ്പം തന്ന് നമ്മളെ അവിടുന്ന് പരിപോഷിപ്പിക്കുന്നത്. ഈ വലിയ സ്നേഹത്തെ ആഘോഷിക്കുവാനാണ് ഓരോ ദിവ്യബലിയിലും നമ്മൾ വന്നു ചേരുന്നത്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ ഈ കാലയളവിൽ നമ്മൾക്ക് സ്വീകരിക്കാനാവാത്ത സങ്കടം നമ്മുടെ മനസ്സിലുണ്ട്. എങ്കിലും ആത്മീയമായിട്ട് ദൈവം ഓരോ ദിവ്യബലിയിലും നമ്മുടെ ഉള്ളിലേക്ക് വരും. ആ വലിയ അനുഭവത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ബലിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നിത്യജീവന്റെ അപ്പം ഭക്ഷിക്കുവാൻ നമ്മളെ എത്രയും വേഗം അവിടുന്ന് ആലയത്തിൽ ഒരുമിച്ച് കൂട്ടണമേ എന്ന ഹൃദയത്തിൽ നിന്നുള്ള ഒരു തേങ്ങൽ കർത്തൃസന്നിധിയിലേക്ക് ഉയരട്ടെ. നിരവധിയായ നമ്മുടെ പാപങ്ങൾ ഓർക്കാം, മനസ്തപിക്കാം, കർത്താവിനോടും സഹോദരരോടും മാപ്പും കാരുണ്യവും യാചിക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ പ്രതിജ്ഞയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ
കർത്താമയാ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശുക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനികന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. നിത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിധേയസിൽ പാവനാത്മാവുതനൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു തനേകനം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിസ്മരണീയമായ ഈ കൂദാശയിലൂടെ അങ്ങേ പീഡാസഹനത്തിന്റെ സ്മാരകം ഞങ്ങൾക്കു നൽകിയല്ലോ. അങ്ങേ ശരീരത്തിന്റെയും രക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ വണങ്ങാൻ അനുഗ്രഹിക്കണമേ എന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളിൽ അങ്ങേ പരിത്രാണത്തിന്റെ ഫലം നിരന്തരം ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ പിതാവായ ദൈവത്തോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് മോശ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം.
അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത്. അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ആഗ്നേയ സർപ്പങ്ങളും തേളുകളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടുന്നാണ് നിങ്ങളെ നയിച്ചത്. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറയിൽ നിന്ന് അവിടുന്ന് ജലമൊഴുക്കി. നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്ന മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി. കർത്താവിൻ്റെ വചനം. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു. നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്ന് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. അവിടുന്ന് യാക്കോബിന് തന്റെ കൽപ്പനയും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്ക് വേണ്ടിയും അവിടുന്ന് ഇങ്ങനെ ചെയ്തിട്ടില്ല. അവിടുത്തെ പ്രമാണങ്ങൾ അവർക്ക് അജ്ഞാതമാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ. ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നാം ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളിച്ചെയ്യുന്നു, സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ളപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു: സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ തിരുശരീരരക്തങ്ങളുടെ തിരുനാളിന്റെ എല്ലാ കൃപകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പുണ്യ ദിവസത്തിൽ നേരുകയാണ്. ഈശോ പറയുകയാണ്,
എൻ്റെ ശരീരം ഭക്ഷിക്കണം, അപ്പോഴാണ് നിങ്ങളിൽ ജീവനുണ്ടാവുക. നമ്മൾ അറിയുന്നു യോഹന്നാന്റെ ഈ സുവിശേഷം 6-ാം അധ്യായത്തിൽ 60-ാം തിരുവചനം. ഇത് കഴിയുന്ന ഉടനെ മനുഷ്യർ ഇങ്ങനെ പറയും, ഇത് കഠിനമാണ്. എന്നിട്ട് ഇതും പറഞ്ഞ് അവർ അവനെ വിട്ടും വെച്ച് പോയിക്കളഞ്ഞു. അനേകർ അവനെ വിട്ടും വെച്ച് പോയിക്കളഞ്ഞു. പിന്നെ ആരും അവന്റെ പിന്നാലെ നടന്നില്ല എന്നാണ് സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം സാക്ഷിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യം ഇത് പറഞ്ഞത് മുതൽ, കർത്താവ് ഇത് പറഞ്ഞത് മുതൽ ഒരു വിഷമം പിടിച്ച കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. മനുഷ്യർക്ക് ഇത് ഉൾക്കൊള്ളാനാവാത്ത ഒരു മഹാരഹസ്യമായിട്ട് നമ്മൾ കാണുകയാണ്. ഇന്നും എന്നും വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ അല്ലാതെ ഈ മഹാസത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവൻ നൽകാനാണ്, ഈ അപ്പമായി മാറാനാണ്. കാരണം ഈ മരുഭൂമി യാത്ര കഴിഞ്ഞ് നമ്മൾ എത്തേണ്ടിടത്ത് എത്താൻ, ഈ യാത്ര നല്ലതുപോലെ അവസാനിപ്പിക്കാൻ നമുക്ക് കരുത്തു വേണമെന്നറിയുന്ന ദൈവം താൻ തന്നെ ഭക്ഷണമായി മാറുന്നതിൻ്റെ ഓർമ്മ ആഘോഷിക്കുകയാണ് നമ്മൾ ഈ ആൾക്കാരെ. അവനെ ഭക്ഷിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ച, മാലാഖമാരുടെ അപ്പം ഭക്ഷിക്കുവാൻ മഹാഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. ഈ കാലഘട്ടത്തിലാണ് നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വേദനയോടെ തിരിച്ചറിയുന്നത്. നിത്യജീവന്റെ അപ്പം അനുദിനം ഭക്ഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരുന്ന ഒരു ജനതയാണ് നമ്മൾ. ഇതാ ഇപ്പോൾ നമുക്ക് ഈശോയെ ആത്മീയമായി മാത്രമാണ് ഭക്ഷിക്കാനാവുക. ഈ കാലഘട്ടം പെട്ടെന്ന് നീങ്ങിപ്പോകണമേ എന്ന് നമ്മൾ ഈ ദിവ്യബലിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അടുക്കിലേക്ക് വരാനും ഈശോയെ ഭക്ഷിക്കാനും അങ്ങനെ നിത്യജീവന് നമ്മൾ എന്നും അവകാശികളായി ഭവിക്കാനും ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ആരാണ് മരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയമായിട്ടാണ് മരണഭയം കാണുന്നത്. മരിക്കാൻ പേടിയാണ്. മരിക്കാതിരിക്കാനായിട്ട് മനുഷ്യൻ എന്തൊക്കെയാണ് ചരിത്രത്തിന്റെ ഗതിവിഗതികളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മരിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നത്. തങ്ങളുടെ ഓർമ്മയെങ്കിലും നിത്യമാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നത് നമ്മൾ കാണാൻ സാധിക്കും. അങ്ങനെ ഇപ്പോഴും മരിക്കാതിരിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള ഗവേഷണങ്ങളിലാണ് അനേകം ശാസ്ത്രജ്ഞന്മാർ. പല പല മരുന്നുകൾ കണ്ടുപിടിച്ചു. മരിക്കാതിരിക്കാൻ പ്രത്യേകം മരുന്ന് കഴിച്ചവരൊക്കെ അകാല മരണപ്പെട്ടു. അങ്ങനെ ചരിത്രം നമ്മളെ ഈ മരണമെന്ന വലിയ സത്യത്തിന് മുമ്പിൽ അന്തം വിട്ടു നിൽക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ വളരെ മനോഹരമായ ഒരു രഹസ്യം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മരിക്കില്ല, നമുക്ക് മരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഈശോയെ ഭക്ഷിക്കും. കർത്താവ് പറയാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. അത് ഈ ഭൗമികമായ മരണത്തെക്കുറിച്ചല്ല, നിത്യത എന്ന് പറയുന്ന ഒരു കാലമുണ്ട്. ഈ 100 വർഷം വരെ മാക്സിമം നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കും. അതിനുശേഷം ഒരു നിത്യതയുണ്ട് നമുക്ക്. ആ നിത്യജീവന്റെ അപ്പമാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഈശോ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ ലോകം, എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ നിത്യതയുടെ കണ്ണുവെച്ച് നോക്കിയാലാണ് ഈ നിത്യജീവന്റെ അപ്പത്തെ നമുക്ക് മനസ്സിലാവുക. ഒരുപാട് പേര് അവനെ വിട്ടും വെച്ച് പോയി, ഇന്നും അവനെ വിട്ടും വെച്ച് പോകുന്നു. ഈ അപ്പം ഭക്ഷിക്കുവാൻ വരുന്നതേയില്ല. യോഹന്നാന്റെ സുവിശേഷം 6:44 പറയുകയാണ്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവപിതാവ് ഈ സ്നേഹ കൂദാശയിലേക്ക് നമ്മളെ അനുദിനം ആകർഷിക്കട്ടെ. ഈശോയെ ഭക്ഷിച്ച് നിത്യജീവന് അവകാശികളാകുവാൻ നമ്മൾക്ക് എല്ലാവർക്കും അവിടുന്ന് വലിയ ഭാഗ്യം തരട്ടെ. അവനെ ഭക്ഷിക്കുന്നവർ ഒരിക്കലും നിത്യമരണം സംഭവിക്കുന്നില്ല അവനെ ഭക്ഷിക്കുന്നവർക്ക് എന്ന വലിയ തിരിച്ചറിവ് ഈ പരിശുദ്ധ തിരുനാൾ നമുക്ക് തരട്ടെ. ഈശോയെ ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും നമുക്ക് മഹാഭാഗ്യം ലഭിച്ചല്ലോ. ലോകം മുഴുവനും ഈശോയെ ഭക്ഷിക്കുവാനും ഈശോയെ പാനം ചെയ്യുവാനും ഇടയാക്കണമേ എന്ന് നമ്മൾ ഈ ബലിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ ബലിയിൽ നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും നമ്മൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ ശരീരവും രക്തവും നമ്മളെ നിത്യജീവന് അർഹരാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ.
നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചു സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിനാണ് കന്യാമറിയത്തെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകം വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പുണ്യമായ ഈ നിമിഷങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകൃതമാകുന്ന പരമപരിശുദ്ധമായ ഈ പുണ്യ നിമിഷങ്ങളിൽ നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം കർത്തൃസന്നിധിയിലേക്ക് നമുക്കിപ്പോൾ ഉയർത്താം. നമുക്ക് പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും മഹാഭാഗ്യം ലഭിച്ച നമ്മൾ അവിടത്തേക്ക് പ്രിയങ്കരമായ ജീവിതം നയിക്കുവാനുള്ള അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കുവാൻ ആലയത്തിൽ സ്വതന്ത്രമായി വരുന്ന ദിവസങ്ങളെ നമുക്ക് പ്രത്യാശയോടെ പാർത്തിരിക്കുകയും അതിവേഗം അതിനവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും കോവിഡ് ബാധിതരായ മക്കളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഈ അൾത്താരയിലേക്ക് കൊണ്ടുവരാം. ഈ ലോകജീവിതത്തിൻ്റെ നശ്വരത മനസ്സിലാക്കുവാനും നമ്മൾ നിത്യജീവന്റെ ഉടമകളാണെന്ന് തിരിച്ചറിയുവാനും അവിടുത്തോട് കൂടുതൽ അടുക്കുവാനും ഈ കാലഘട്ടത്തിൽ നമ്മളെയും നമ്മുടെ ഓരോ കുടുംബാംഗങ്ങളെയും കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ ആഗ്രഹങ്ങളെ ഇപ്പോൾ ഈ അൾത്താരയിൽ സമർപ്പിക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞങ്ങളോട് സ്നേഹപൂർവ്വം അരുളി ചെയ്ത നല്ല ദൈവമേ, തിരുസന്നിധിയിൽ മക്കൾ ഉയർത്തിയ എളിയ പ്രാർത്ഥനകളെ കാരുണ്യപൂർവ്വം കൽപ്പിച്ചനുവദിക്കണേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പൂർണ്ണമായ
സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച കാഴ്ചദ്രവ്യങ്ങൾ വഴി കൗദാശികമായി സൂചിപ്പിക്കപ്പെടുന്ന ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ അങ്ങ് കാരുണ്യപൂർവ്വം അങ്ങേ സഭയ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അന്ത്യത്താഴത്തിൽ അവിടുന്ന് തന്റെ അപ്പസ്തലന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ കുരിശിന്റെ രക്ഷാകരമായ ഓർമ്മ നിത്യമായി തുടരാൻ കറയറ്റ കുഞ്ഞാടായ തന്നെ സമ്പൂർണ്ണ സ്തുതിയുടെ സ്വീകാര്യദാനമായി അങ്ങേക്ക് സമർപ്പിച്ചു. ആരാധ്യമായ ഈ രഹസ്യത്താൽ പരിപോഷിതരായ അങ്ങേ വിശ്വാസികളെ അങ്ങ് വിശുദ്ധീകരിക്കുന്നു. അങ്ങനെ ഒരേ ലോകത്തിൽ വസിക്കുന്ന മനുഷ്യകുലത്തെ ഒരേ വിശ്വാസം പ്രകാശിപ്പിക്കുകയും ഒരേ സ്നേഹം ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഇത്രയേറെ വിസ്മരണീയമായ കൂദാശയുടെ മേശയെ ഞങ്ങൾ സമീപിക്കുന്നു. അങ്ങനെ അങ്ങേ കൃപയുടെ മാധുര്യത്താൽ നിറഞ്ഞ സ്വർഗീയ മാതൃകയുടെ സാദൃശ്യത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരട്ടെ. ആകയാൽ സ്വർഗത്തിലുള്ളവയും ഭൂമിയിലുള്ളവയും അങ്ങേ ആരാധിച്ചുകൊണ്ട് നവ്യഗാനം ആലപിക്കുന്നു. ഞങ്ങളും മാലാഖമാരുടെ സർവ സൈന്യങ്ങളോടുമൊത്ത് അവിരാമം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രകീർത്തിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, എല്ലാ
ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം, നിന്നാമം പൂജിതമായിടേണം,
കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. അവന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായും ഈ ദിവ്യ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങയെ ഭൗമികമായി സ്വീകരിക്കുവാനാവാതെ ഈ ദിവ്യബലിയിൽ പങ്കുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ആത്മീയമായി ഇപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നള്ളണമേ. ക്രിസ്തുവേ, ആമേൻ.
വിജയം വരിക്കുന്നവന് ഞാൻ നിഗൂഢ മന്ന നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇഹലോകത്തിൽ അങ്ങേ അമൂല്യമായ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണം സൂചിപ്പിക്കുന്ന അങ്ങേ ദൈവിക പ്രകൃതിയുടെ നിത്യാനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.